ഹായ് ഹലോ വെൽക്കം ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ലെസണിലൂടെ പഠിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ഇൻസ്റ്റഗ്രാം കണ്ടന്റ് സ്ട്രാറ്റജി. അത് നിങ്ങൾ എപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇടാറുണ്ട്, റീൽസ് ഇടാറുണ്ട്, ഇല്ലേ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് നിങ്ങളുടെ ബ്രാൻഡിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതുപോലെ നമുക്ക് ഒരു കണ്ടന്റ് സ്ട്രാറ്റജി സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിനെ ഗ്രോത്ത് മോഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം. ഞാൻ തൊട്ട് മുന്നേ നിങ്ങളൊരു സ്ലൈഡ് കണ്ടല്ലോ അല്ലെ, SEA ഫോർമുല ആൻഡ് AI മാസ്റ്ററി. ആക്ച്വലി ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ടാണ്. കാരണം പലപ്പോഴും ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടും പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കറക്റ്റ് ആയിട്ട് ലീഡ്സ് ഉണ്ടായിരിക്കില്ല. കുറേ കാലം 1-2 വർഷം 3 മാസം അടുപ്പിച്ചൊക്കെ ചെയ്തിട്ടും പ്രത്യേകിച്ച് ഒരു റിസൾട്ടും ഇല്ല, ഗ്രോത്ത് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നോക്കുന്ന സമയത്ത് കുറേ പേയ്മെന്റ് പോയിട്ടുണ്ടായിരിക്കും. ഇതൊക്കെയാണ് പല ആളുകളുടെയും ഒരു പ്രോബ്ലം ഞാൻ സംസാരിച്ച് ഫേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഏറ്റവും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് ആക്ച്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന SVA ഫോർമുല എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ വിത്തൗട്ട് എനി കോസ്റ്റ് നമ്മുടെ ബിസിനസിനെ മാർക്കറ്റ് ചെയ്യാം, നമുക്ക് ഒരു ലോങ് ടേമിലേക്ക് എങ്ങനെ കൂടുതൽ ബെറ്റർ ക്വാളിറ്റി ലീഡ്സ് കൊണ്ടുവരാം എന്നുള്ളതാണ് ആക്ച്വലി ഇതിൽ പറയുന്നത്. ആക്ച്വലി നമ്മൾ എൻ്റെ തന്നെ ഒരു 7+ ഇയേഴ്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നും ഡെവലപ്പ് ചെയ്തൊരു ഫോർമുലയാണ് SVA ഫോർമുല എന്ന് പറയുന്നത്. ഇത് നമുക്ക് മോഡേൺ ആയിട്ടുള്ള AI ടെക്നോളജി കൂടി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കും SVA ഫോർമുല എന്ന് പറയുന്നത്. ഓൺലി ഫോർ ബിസിനസ് ഓണേഴ്സിന് മാത്രമല്ല, പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും ജോയിൻ ചെയ്യാം. ആക്ച്വലി ഇത് ചെറിയൊരു എമൗണ്ട് കൂടുതലായതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യാനേ ഞാൻ ആവശ്യപ്പെടാറുള്ളൂ. ഓക്കെ, ജോയിൻ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങളുടെ ബിസിനസ്സിന് നല്ല ക്വാളിറ്റി ലീഡ്സും ലൈഫ് ലോങ് നിങ്ങൾക്ക് ബിസിനസ് ഗ്രോത്തും കൊണ്ടുവരാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രോഫിറ്റ് ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് നമ്മളിതിൽ ചെയ്യുന്നത്. എനിവേ, കൂടുതൽ അറിയാൻ ജസ്റ്റ് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഇൻസ്റ്റഗ്രാം കണ്ടന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അല്ലെ. ആക്ച്വലി ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം, നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഓരോ നിമിഷവും നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ട്രാക്കിലേക്ക് കൊണ്ടുവരാം? അതിന് ഡിഫൈൻ യുവർ ഗോൾസ് ആൻഡ് ഓഡിയൻസ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ്. എനിവേ, നിങ്ങളുടെ ബിസിനസ് ചിലപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ബിസിനസ് ആയിരിക്കാം. ചിലപ്പോൾ ബൊട്ടിക് ആയിരിക്കാം, കഫേ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ സർവീസ് ബേസ്ഡ് ആയിരിക്കാം, കൺസൾട്ടിങ് ബേസ്ഡ്, അങ്ങനെ പല എന്തെങ്കിലും ഡിഫറെന്റ് ആയിരിക്കാം, എഡ്യൂക്കേഷൻ, എനിത്തിങ്. ഓക്കെ, എന്തൊക്കെ ബിസിനസ് ആണെങ്കിലും നിങ്ങൾ ആ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആവുക, കൂടുതൽ എൻഗേജ്മെന്റ് കൂട്ടുക, അതിലൂടെ നിങ്ങൾക്കൊരു കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യുക, സെയിൽ വരിക, പ്രോഫിറ്റ് കൂടുക, ഇത് തന്നെയല്ലേ? അല്ലാതെ നമുക്ക് വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ 4-5 പോസ്റ്റും വെറുതെ ഇരുന്നിട്ട് ഇടേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു ഗോൾ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കഫേയാണ് റൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഓഡിയൻസ് ആരാണെന്ന് ഡിഫൈൻ ചെയ്യണം. കഫേ ആണെങ്കിലും പല രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ? ഒരു നോർമൽ ഓഡിയൻസിനെ ഫോക്കസ് ചെയ്യുന്ന അത്തരം പ്രൊഡക്റ്റ് ആണ് നിങ്ങളുടെ കഫേയിലുണ്ടെങ്കിൽ അങ്ങനത്തെ ഓഡിയൻസ്, പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഓഡിയൻസിലേക്ക് ആയിരിക്കണം എത്തണം. അപ്പൊ നിങ്ങളുടെ ഓഡിയൻസ് ഡെഫിനിഷനും അതുപോലെ തന്നെ ഗോൾസും വളരെ കറക്റ്റ് ആയിരിക്കണം. അത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളത് പ്ലാൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വാട്ട് ഡു യു വാണ്ട് ടു അച്ചീവ്? നിങ്ങൾ സെയിൽസ് ആണോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? ഇതിൽ ആക്ച്വലി സെയിൽസ് ആണ്. എന്നിരുന്നാലും നിങ്ങൾ ഓരോ സ്റ്റേജിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഇൻസ്റ്റാഗ്രാം വെച്ചിട്ട് സെയിലൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. ആ അവയർനെസ്സിലൂടെ എൻഗേജ്മെന്റ് നമുക്ക് കൂട്ടാൻ പറ്റും. ആ എൻഗേജ്മെന്റിലൂടെ നമ്മുടെ ബ്രാൻഡിനെയും പ്രൊഡക്റ്റിനെയും ഇഷ്ടപ്പെടുന്ന ആളുകൾ മെല്ലെ മെല്ലെ നമ്മൾക്ക് മെസ്സേജുകളും മറ്റു എൻക്വയറീസും ജനറേറ്റ് ചെയ്ത് വരും. അതിലൂടെ മാത്രമേ സെയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മുടെ എക്സാക്ട് ഓഡിയൻസ് ആരാണ്, ഏത് ലൊക്കേഷനിലുള്ള ഓഡിയൻസ് ആണ്, ഏത് ഏജ് കാറ്റഗറിയിലുള്ള ഓഡിയൻസ് ആണ്, ഇതൊക്കെ നമ്മൾ അറിയണം. ഈ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ലോക്കൽ 2 കിലോമീറ്ററിന്റെ ഉള്ളിലും ഓഡിയൻസ് ഉണ്ട്, 10 കിലോമീറ്റർ എടുക്കാം, ഓൾ കേരള എടുക്കാം, ഓൾ ഇന്ത്യ എടുക്കാം, ഇന്ത്യക്ക് പുറത്തും എടുക്കാം. അപ്പൊ ഓഡിയൻസ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ഓഡിയൻസ് ആണ്, അത്രയും വാസ്റ്റ്. സോ നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, നമുക്ക് ലോകം മുഴുവൻ നമ്മുടെ പോസ്റ്റ് കാണുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെറുതെ കാര്യമില്ല. ഒരു ഗോൾ സെറ്റ് ചെയ്യുക, കറക്റ്റ് ഗോള്. എന്നിട്ട് ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഈ ഒരു ടേമിന്റെ ഉള്ളിൽ ഇത്ര ഓഡിയൻസിനെങ്കിലും നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യണം, ഇത്ര ആളുകളിലേക്ക് എത്തിക്കണം, ഇതിലൂടെ ഇത്ര പൊട്ടൻഷ്യൽ കസ്റ്റമർ എൻക്വയറി, ഇത്ര സെയിൽ കൊണ്ടുവരണം എന്നുള്ളൊരു കറക്റ്റ് ഗോൾ ഉണ്ടായിരിക്കണം. അത് ഇൻസ്റ്റാഗ്രാമിലും ബിസിനസ്സിലും ഉണ്ടാവണം. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കറക്റ്റ് ആയിട്ടൊരു ഗോൾ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓഡിയൻസ്, ഹു ആർ യു ട്രൈങ് ടു റീച്ച്?
അണ്ടർസ്റ്റാൻഡ് ദെയർ ഇൻട്രസ്റ്റ് ആൻഡ് ഡെമോഗ്രാഫിക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. നിങ്ങൾ റീച്ച് ചെയ്യേണ്ട കസ്റ്റമർ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിപ്പോ ഞാൻ പറഞ്ഞു, നോർമൽ പീപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ ഡെയിലി വേജ് അങ്ങനെയുള്ള ആളുകളായിരിക്കാം. കാരണം ഒരുപാട് കോസ്റ്റ്ലി നോക്കുന്നുണ്ടാവില്ല. എന്നാൽ കുറച്ചുകൂടെ പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയി ലെവല് അല്ലെങ്കിൽ ഒരു ബിസിനസ് മൈൻഡ് അങ്ങനത്തെ ഒരു ലെവലിലേക്ക് പോകും. അപ്പോൾ ഇത് എക്സാമ്പിൾ. ഇതേമാതിരി തന്നെ നിങ്ങളൊരു വെഡ്ഡിങ് കമ്പനിയാണ് നടത്തുന്നത് അല്ലെങ്കിൽ ജ്വല്ലറി ആണ്, അവിടെ കൂടുതലും സെയിൽ നടക്കുന്നത് വെഡ്ഡിങ് വരുന്ന ആളുകൾ അല്ലെങ്കിൽ കുട്ടികളുടെ ഇന്ന പ്രോഗ്രാംസ്, ഗിഫ്റ്റ് അങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ വെറുതെ ഒരു 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ നിങ്ങൾ ആഡ് കാണിച്ചിട്ട് കാര്യമില്ല. ഒരു വെഡ്ഡിങ് ഉറപ്പിച്ചിട്ടുള്ള ആള്, എൻഗേജ്മെന്റ് കഴിഞ്ഞ അങ്ങനെയുള്ള ആളുകളെ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത്. അവിടെ എന്ത് ചെയ്യണം, പാരന്റ്സ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കണം ആരാണ് നിങ്ങൾ റീച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ഡെമോഗ്രഫിക്സ്, പ്ലേസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഐ മീൻ ഏജ് അറിഞ്ഞിരിക്കണം, ജെൻഡർ അറിഞ്ഞിരിക്കണം, പ്ലേസ് അറിഞ്ഞിരിക്കണം, താല്പര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ കറക്റ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഓഡിയൻസ് ഡെഫിനേഷൻ കറക്റ്റ് ആവുള്ളൂ, എക്സാക്ട് ഓഡിയൻസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 പോയിന്റ് മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടന്റ് പില്ലേഴ്സ് ആൻഡ് തീംസ്. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ പില്ലേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാറ്റഗറൈസ് യുവർ കണ്ടന്റ്. നമുക്ക് കണ്ടന്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു ബൊട്ടിക്ക് എടുക്കാം. ഓക്കെ, ഈ ബൊട്ടിക്ക് അല്ലെങ്കിൽ ജ്വല്ലറി എടുക്കാം. ജ്വല്ലറി നോക്കും. ഫോർ എക്സാമ്പിൾ ജ്വല്ലറിയിൽ തന്നെ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മുടെ കസ്റ്റമറിനെ എൻഗേജ് ചെയ്യിപ്പിക്കുക, അവർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് എന്താണ്, എങ്ങനെയാണ് അവരിലേക്ക് നമ്മുടെ കണ്ടന്റിനെ എത്തിക്കുക, അവരെങ്ങനെ ഇഷ്ടപ്പെടുത്തണം, ഇതാണ് ആക്ച്വലി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ കാറ്റഗറൈസ് യുവർ കണ്ടന്റ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമറെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷണൽ ടൈപ്പ് കണ്ടന്റുകൾ യൂസ് ചെയ്യാം. ആക്ച്വലി ഇതൊരു എന്താ പറയാ നെക്ലേഴ്സ് ആണ്, ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിങ്ങനെ യൂസ് ചെയ്താണ് ഇതാണ് ബെറ്റർ, ഇത് ഇങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ആളുകളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എഡ്യൂക്കേഷൻ, ആളുകൾക്ക് പഠിക്കാൻ അറിയാൻ താല്പര്യം ഉണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ ഫ്യൂച്ചറിലേക്ക് നമ്മളെ ഫോളോ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ എന്റർടൈനിങ്, അവരിപ്പോ ഒരു എന്റർടൈൻഡ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ലെവലിലായിരിക്കണം നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്. ഇനി ഇൻസ്പിറേഷണൽ, ചില ആളുകൾക്ക് അത് ഇൻസ്പിറേഷണൽ ലെവലിൽ കിട്ടണം, അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കണം. ചിലപ്പോൾ നമുക്ക് പറയാം, നമുക്കൊരു 4 ആളുടെ ഇടയിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു ഗോൾഡിന്റെ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മളൊരു പ്രൗഡിയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇൻസ്പിറേഷൻ കൊടുക്കാം. അപ്പോൾ ആ ലെവലിലേക്ക് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ പ്രൊമോഷണൽ ലെവലില് പക്ക ആഡ് രൂപത്തിൽ. അപ്പൊ നമ്മൾ ഡിസൈഡ് ചെയ്യണം എങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ തീംസ്, എൻഷുർ കൺസിസ്റ്റൻസി ഇൻ യുവർ ബ്രാൻഡ്സ് വോയിസ് ആൻഡ് വിഷ്വൽ സ്റ്റൈൽ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു തീം കൊണ്ടുവരിക, എക്സാമ്പിൾ കളർ പാറ്റേൺ, മ്യൂസിക് പാറ്റേൺ, അല്ലെങ്കിൽ എന്തെങ്കിലും ലോഗോ, കളേഴ്സ്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാം. നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഷെയർ ചെയ്യുന്ന കണ്ടന്റ്, വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റേഴ്സ്, ആ പേജ് ഒക്കെ കാണുമ്പോൾ ഒരു ഭംഗിയുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാം. അത് ഒന്ന്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കൺസിസ്റ്റൻസി പാറ്റേൺ കൊണ്ടുവരിക. നിങ്ങളൊരു ഇപ്പൊ എക്സാമ്പിൾ മൺഡേ നിങ്ങൾ എല്ലാ ദിവസവും പോസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ അത് കട്ട് ആവാതെ അങ്ങനെ പോവാം. അതുപോലെ വേറൊരു ദിവസം, അപ്പൊ ആ ആളുകൾ പ്രതീക്ഷിച്ചിരിക്കുന്ന രീതിയിൽ. അപ്പൊ നിങ്ങൾക്ക് പറയാം, നമ്മുടെ ഈ വരുന്ന സാറ്റർഡേ നമുക്കൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്, അപ്പൊ ആളുകൾ വെയിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ക്യൂരിയോസിറ്റി കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആളുകളെ വെയിറ്റ് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് നമുക്ക് അറിയാലോ അല്ലെ, മെയിൻലി ക്യൂരിയോസിറ്റി, ഓഫേഴ്സ്, അതുപോലെ തന്നെ പല കാര്യങ്ങളും, ഇൻസ്പിറേഷണൽ സെല്ലിങ്, ക്യൂരിയോസിറ്റി സെല്ലിങ്, പ്രൊമോഷണൽ സെല്ലിങ്, ഓഫർ സെല്ലിങ്, ഇങ്ങനെ പല രീതിയിലുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഇതിൽ കണക്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ കണ്ടന്റ് എടുക്കുമ്പോഴും വിഷ്വൽ വോയിസ് ഒക്കെ എടുക്കുമ്പോൾ. അപ്പൊ ഇതൊക്കെ കറക്റ്റ് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളുടെ ബ്രാൻഡിന് എങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ദെൻ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മിക്സ് കണ്ടന്റ് ഫോർമാറ്റ് 2 രീതിയിൽ പറയാം. ബാലൻസ് ആൻഡ് പർപ്പസ്. ബാലൻസ് എന്ന് പറയുമ്പോൾ യൂട്ടിലൈസ് പോസ്റ്റ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരുപാട് ടൈപ്പ് പോസ്റ്റ് ഇതുണ്ട്. ഇപ്പൊ സ്റ്റാറ്റിക് പോസ്റ്റ് എന്ന് പറയുമ്പോൾ സിംഗിൾ ഇമേജ് ആയിട്ട്, അത് നമുക്ക് ജസ്റ്റ് ഫോട്ടോ എടുക്കാം, ഡിസൈൻ ചെയ്യാം, വേർഡ്സ് യൂസ് ചെയ്യാം, നമ്മുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കരോസൽ പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ പോസ്റ്റേഴ്സ് നമുക്ക് സ്ലൈഡ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കരോസൽ യൂസ് ചെയ്യുന്നത്. ഈ കരോസലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, കരോസൽ ടൈപ്പിലേക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് റീൽസ്, ഷോർട്ട് വീഡിയോ ആൻഡ് സ്റ്റോറീസ്. ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കൂടുതലും വിഷ്വൽ കണ്ടന്റുകളാണ്. ഇപ്പൊ ഒരു 10 സെക്കൻഡ്, 30 സെക്കൻഡ്, 60 സെക്കൻഡിനുള്ളിലൊക്കെ നമുക്ക് റീൽസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ സ്റ്റോറീസ്.
ഇത് എപ്പോഴും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഓഡിയൻസിന്, ഇപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ഓഡിയൻസിനൊക്കെ റീച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എൻഗേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 24 hours ആണ് ഇതിന്റെ വാലിഡിറ്റി ഉണ്ടാവുക സ്റ്റോറി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. ഇതിൽ തന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ എടുക്കാൻ പറ്റും, ഹൈലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് നേരെ ഹൈലൈറ്റിലേക്ക് മാറ്റാൻ പറ്റും. ഐ മീൻ നിങ്ങളുടെ പ്രൊഫൈലിന്റെ തൊട്ട് താഴെ തന്നെ ഡോട്ട് ഒരു സർക്കിളായിട്ട് കാണാം നമ്മുടെ ഇവന്റ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ആക്ടിവിറ്റികളാക്കിയിട്ട് വീഡിയോസ്, സ്റ്റോറി, പോസ്റ്റ്, അങ്ങനെയൊക്കെ നിങ്ങൾ ചില ആൾക്കാർ ഇയേഴ്സ് ആയിട്ട് കണക്ട് ചെയ്ത് വെക്കും, ഓരോ വർഷമായിട്ട്. അങ്ങനെ നമുക്ക് ഹൈലൈറ്റുകൾ വെക്കാം. അപ്പൊ ഹൈലൈറ്റ് ഒക്കെ വെക്കുന്നത് സൂപ്പറാണ് കേട്ടോ, കാരണം നല്ല ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവമാണ്. കാരണം ഈ സ്റ്റോറി ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് 24 മണിക്കൂറിനുള്ളിൽ പോവും. സോ അത് ഹൈലൈറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനും നമ്മുടെ ഓഡിയൻസിനൊക്കെ എപ്പോഴും കാണാൻ പറ്റും. പിന്നെ നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു എഫക്റ്റീവ് മെത്തേഡാണ് ലൈവ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇവന്റോ ഓഫറോ കണ്ടക്ട് ചെയ്യുന്നത് ലൈവായിട്ട് നമുക്ക് അതിനെ ആളുകളിലേക്ക് എത്തിക്കാം. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ഇതിൽ എപ്പോഴും നമ്മൾ നോക്കുന്ന സമയത്ത് ഈ മിക്സഡ് കണ്ടന്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇമേജുകൾ, കറോസൽ ഇമേജുകൾ, റീൽസ്, സ്റ്റോറീസ്, ലൈവ്. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യാന്നുള്ളത് റീൽസും സ്റ്റോറീസും ലൈവും ആണ്. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ആളുകൾക്ക് കൂടുതലും മൂവിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനാണ് ഏറ്റവും ഇഷ്ടം. കാരണം പെട്ടെന്ന് മനസ്സിലാക്കാനും അവർക്ക് ക്യാച്ച് ചെയ്യുന്നതിനൊക്കെ ഏറ്റവും നല്ലത്. കാരണം ആളുകൾക്ക് വായിക്കാൻ മടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നല്ല മ്യൂസിക് ഒക്കെ ആഡ് ചെയ്ത്, ട്രെൻഡിങ് മ്യൂസിക് ആഡ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് സ്റ്റോറീസും വീഡിയോസും ഇതൊക്കെ ചെയ്യാം. അതാണ് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് പുതിയ ഓഡിയൻസിലേക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. പിന്നെ നമ്മുടെ പർപ്പസ് എന്തിനാണ് എന്നുള്ളതാണ്. ഈച്ച് ഫോർമാറ്റ് സെർവ് ഡിഫറെന്റ് പർപ്പസ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ മുകളിൽ പറഞ്ഞു, സ്റ്റാറ്റിക്, കറോസൽ, റീല്, ഇതൊക്കെ ഓരോ പർപ്പസ് ഉള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ സ്റ്റാറ്റിക് ഇമേജ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഓഡിയൻസിനെ ജസ്റ്റ് ഒന്ന് എന്റർടൈൻ ചെയ്യുക, അല്ലെങ്കിൽ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, അതൊക്കെയാണ് മെയിൻ പർപ്പസ്. കറോസൽ എന്ന് പറയുമ്പോൾ സെയിം ആണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റും. റീൽസ് എന്ന് പറയുമ്പോൾ അവരെ പിടിച്ചിരുത്തുക, അല്ലെങ്കിൽ പുതിയ പുതിയ ഓഡിയൻസിനെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുക എന്നുള്ളതും കൂടി നമുക്ക് അതിൽ പറയാൻ പറ്റും. സ്റ്റോറീസ് ഓൾസോ ബെറ്റർ ഓപ്ഷൻ ആണ്. നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആക്കി കൊണ്ടുനടക്കാൻ പറ്റും, കാരണം എപ്പോഴും റീലും വീഡിയോ ഇടാൻ പറ്റില്ല. സോ അത് ലൈവ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും നമുക്കത് പറ്റുന്നതാണ്. ഇപ്പൊ ഈ സ്റ്റോറീസ് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് പല ടൈപ്പ് കണ്ടന്റ് യൂസ് ചെയ്യാം. ടെസ്റ്റിമോണി യൂസ് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷണൽ കണ്ടന്റ് യൂസ് ചെയ്യാം, ഇൻഫർമേഷൻ, അതുപോലെ തന്നെ പ്രൊമോഷണൽ കണ്ടന്റ്, ഓഫർ കണ്ടന്റ്, പല ടൈപ്പ് ഓഫ് കണ്ടന്റ് യൂസ് ചെയ്യാം. അപ്പൊ ഇതിനൊക്കെ ഓരോ പർപ്പസുകൾ ഉണ്ട് നമ്മൾ ചെയ്യുന്നതിന് ഉള്ളൂ. നമ്മുടെ കസ്റ്റമേഴ്സിനെ എപ്പോഴും അട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ എൻഗേജ് ചെയ്യുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ടൈപ്സ് ഓഫ് ഫോർമാറ്റിലുള്ള കണ്ടന്റ് സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ വീഡിയോ എക്സാക്ട് നിങ്ങൾ ഓരോ പോയിന്റും നോട്ട് ചെയ്ത് വെക്കണമെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം സോഷ്യൽ മീഡിയ പൈസ ഉണ്ടാക്കും. അതിന് ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയസിൽ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയാസിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ആൻഡ് ഷെഡ്യൂളിങ്. പലപ്പോഴും പല ബിസിനസ് ഓണേഴ്സും അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ ഭയങ്കര ബിസി ആയിരിക്കും, പല കാര്യങ്ങളിലും മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും ഡെയിലി ഇപ്പൊ നിങ്ങൾ പോസ്റ്റ് ഇടുന്ന സമയത്ത് അതിനുവേണ്ടി ചിലപ്പോൾ സമയം പറ്റണമെന്നില്ല, പല കാര്യങ്ങളിലും ബിസി ആയി പോകും. അപ്പൊ അതിന് ഏറ്റവും ബെറ്റർ മെത്തേഡാണ് റെഗുലാരിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് കൺസിസ്റ്റൻസി ആൻഡ് മെയിൻറ്റെയിൻ വിസിബിലിറ്റി ആൻഡ് ഓഡിയൻസ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഞാൻ പറയുന്നത് റെഗുലർ ആയിട്ട് നിങ്ങളുടെ കണ്ടന്റ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ ഇൻസ്റ്റ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഏത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങളൊരു കലണ്ടർ സെറ്റ് ചെയ്തിട്ട് വൺ ടൈം ആയിട്ട് നിറയെ വീഡിയോസും കണ്ടന്റും ക്രിയേറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് പോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഇപ്പോൾ 1-ാം തീയതി വൈകിട്ട് ഇത്ര ടൈമിന്, 2-ാം തീയതി ഇനി വൈകിട്ട് ഇത്ര ടൈമിന്, അങ്ങനെ നിങ്ങൾക്ക് ഒരു 30 പോസ്റ്റ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻസ് ആക്ച്വലി അവൈലബിൾ ആണ്. മെറ്റാ ബിസിനസ് സ്യൂട്ടിലും ഇൻസ്റ്റാഗ്രാമിലും അവൈലബിൾ ആണ്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എത്ര തിരക്കാണെങ്കിലും, ഈവൻ ഉറങ്ങുകയാണെങ്കിലും, എന്തെങ്കിലും വയ്യാതിരിക്കുകയാണെങ്കിൽ കൂടിയും നിങ്ങൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു 2 ദിവസം 3 ദിവസം എടുത്തിട്ട് നിങ്ങൾ അത് ചെയ്തു വെച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 2 ദിവസം എങ്ങോട്ടെങ്കിലും മാറിയിട്ട് വീഡിയോസ് ഒക്കെ എടുത്ത് നല്ല സമാധാനമായിട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചോ. മാസത്തിൽ ഒരു 3 ദിവസം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറി വെക്കാം. വല്ല എവിടെയെങ്കിലൊക്കെ ഒരു സ്ഥലമൊക്കെ മാറിയിട്ടൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പല ആളുകളും സ്റ്റാർട്ടിങ് സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കാരണം വീട്ടിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ ഫേസ് ചെയ്യും, അവരത് എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് ഒരു കലണ്ടർ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മേക്ക് ചെയ്തിടാം. ഇപ്പൊ ഒരു ദിവസം ഒരു 10 വീഡിയോ ഒക്കെ ആദ്യം ചെയ്യാം,
നമ്മുടെ തന്നെ ഒരു ചാലഞ്ചിൽ നമ്മൾ പറയുന്നുണ്ട് 10 വീഡിയോ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തിട്ട് അത് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾ അതിലുള്ള മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അത് മാത്രമല്ല ആ കൺസിസ്റ്റൻസി പാറ്റേണിലേക്ക് നിങ്ങൾക്ക് മെല്ലെ വരാൻ പറ്റും. അപ്പൊ അതിന് നിങ്ങൾ ആ ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്തോളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അനലൈസ് ആൻഡ് അഡാപ്റ്റ്. നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു, എന്നാൽ മതിയായ റിസൾട്ട് ഇല്ല, എന്താണ് നടക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് അനലൈസ് ചെയ്യുക, അതിനനുസരിച്ചിട്ട് എന്താണ് ഇനി വേണ്ടതെന്ന് നോക്കിയിട്ട് അത് ചെയ്യാം. എക്സാമ്പിൾ ഇൻസൈറ്റ്സ് ആൻഡ് മോണിറ്റർ പെർഫോമൻസ്. നിങ്ങളുടെ പേജിൽ ഇപ്പോൾ റീച്ച് എത്ര ഉണ്ട്, എൻഗേജ് എത്ര ഉണ്ട്, സേവ്സ് എത്ര ഉണ്ട്, യൂസിങ് ഇൻസ്റ്റാഗ്രാം അനലറ്റിക്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എത്ര ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്, എത്ര ലൈക്ക് കമന്റ് ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിൾ ഇതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ പേജിൽ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ, ഓഡിയൻസ് നിങ്ങളുടെ പേജിലേക്ക് വരുള്ളൂ, പുതിയ ഓഡിയൻസ് ഫോളോ ചെയ്യുള്ളൂ, അങ്ങനെ പല കാര്യങ്ങൾ. അപ്പോൾ ആളുകളെ സേവ് ചെയ്യിപ്പിക്കുക, ആളുകൾ കൊണ്ട് ഷെയർ ചെയ്യിപ്പിക്കുക, ഇതൊക്കെ ചെയ്യണം. അതൊക്കെ നടക്കുന്ന സമയത്താണ് അപ്പോൾ ആളുകൾക്ക് യൂസ്ഫുൾ അത് ഷെയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ, മാറ്റം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ അനലൈസ് ചെയ്യണം. അതിനുള്ള ഓപ്ഷൻ ഇൻസ്റ്റഗ്രാമിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒപ്റ്റിമൈസ്, learn what and resonates with your audience and adjust your strategy accordingly for continuous growth. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ഗ്രോത്തിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ ട്രെൻഡ് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കസ്റ്റമേഴ്സിനെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനും എൻഗേജ് ചെയ്യിപ്പിക്കാനും അവരെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പുതിയ ഓഡിയൻസിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഡോണ്ട് ഫോർഗെറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യുക, അതിൻ്റെ കൂടുതൽ നല്ല കണ്ടന്റ് അപ്ലോഡ് ചെയ്യുക, സെയിം ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ കറക്റ്റ് അനലൈസ് ചെയ്യുക. ഇത് റൊട്ടേറ്റ് ചെയ്ത് പോവുക. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുമ്പോഴാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു, അത് ചെക്ക് ചെയ്യുന്നു പ്രോപ്പർ ആണോ, ഓക്കെ കറക്റ്റ് ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക, എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങളും കൊണ്ടുവരിക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ബട്ട് റെഗുലർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ പാറ്റേൺ കൊണ്ടുപോവുക. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു ഇൻസ്റ്റഗ്രാം കണ്ടന്റ് സ്ട്രാറ്റജി കറക്റ്റ് ആയാൽ മാത്രമേ നിങ്ങൾ കറക്റ്റ് ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് നിങ്ങളെ പേജിന് എത്തിക്കാൻ പറ്റുള്ളൂ, സെയിൽസിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ, ഗ്രോത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറയുന്ന ഓരോ പോയിന്റും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, സ്ട്രാറ്റജി ഞാൻ യൂസ് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്, എവറിത്തിങ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഐ ക്യാൻ ഹെൽപ്പ് യു. കമന്റ് ചെയ്യാം, മെസ്സേജ് അയക്കാം, എനിത്തിങ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആവുന്ന ഒരുപാട് ലെസൺസ് നമുക്ക് ഇനിയും വരാനുണ്ട്. പ്രോപ്പറായിട്ട് നിങ്ങൾ വായിച്ച് അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.